ഇപ്പോൾ നിങ്ങൾ ടെലഗ്രാം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇങ്ങനൊരു പെൻസിൽ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ കോൺടാക്ട്സ് നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കോൺടാക്ട്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ താഴെ ഇവിടെ ഈ പെൻസിൽ പോലത്തെ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കോൺടാക്ട്സിലോട്ട് എത്തുന്നതായിരിക്കും. അതിനുശേഷം ഏത് കോൺടാക്റ്റ് ആണോ ഇതിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഒരു എക്സാമ്പിളിന് എനിക്ക് ഈ ഒരു കോൺടാക്റ്റ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പം ഈ ഒരു കോൺടാക്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഈ ഒരു കോൺടാക്റ്റിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നമുക്ക് 3 ഡോട്ട്സ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് കോൺടാക്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു പോപ്പപ്പ് മെസ്സേജ് ഇതുപോലെ വരുന്നതായിരിക്കും. ഇതിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺടാക്റ്റ് ഇതിൽ നിന്ന് റിമൂവ് ആവുന്നതായിരിക്കും. ഇനി നമ്മൾ ബാക്കോട്ട് പോയിട്ട് വീണ്ടും ഈ ഒരു പെൻസിൽ പോലത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോൺടാക്റ്റ് അവിടെ കാണാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ടെലഗ്രാമിൽ കോൺടാക്ട്സ് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.